കഴിഞ്ഞ 3 എപ്പിസോഡുകളായി ദൈവം എങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ദൈവശബ്ദം എങ്ങനെ കേൾക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളായിരുന്നല്ലോ നമ്മൾ നൽകിയിരുന്നത്. ആ സന്ദേശം നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഗ്രഹമായി തീർന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ എന്താണ് ദൈവിക ദർശനം, ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ ദൈവം എങ്ങനെ വ്യക്തികളോട് ഇടപെടുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില മിനിറ്റുകൾ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. യിരെമ്യാവ് പറയുകയാണ്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുകയാണ്, ആഹാരത്തെക്കാൾ ഞാൻ നിന്റെ വചനത്തെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുകയും ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഇത് ആത്മീക അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ സന്ദേശത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ദൈവത്തിന്റെ സംസാരം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ദൈവം ഇടപെടും എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ദർശനത്തിന് ശ്രദ്ധ വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ അറിയുവാനും ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവം ഒരു വ്യക്തിയോട് ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്ന് സ്വപ്നവും ദർശനവുമാണ്. ഞാൻ പറഞ്ഞിരുന്നു, തിരുവചനമാണ് ഏറ്റവും വലിയ വെളിപ്പാട്, അല്ലെങ്കിൽ ദൈവശബ്ദത്തിന്റെ ഏറ്റവും പ്രധാന മാധ്യമം, അല്ലെങ്കിൽ ദൈവശബ്ദം നാം കേൾക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. രണ്ടാമത്തേത് ദൈവിക ദർശനമാണ്. കാരണം ഇയ്യോബിന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. മനുഷ്യൻ ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും മനുഷ്യരോട് സംസാരിക്കുവാനായിട്ട് ദൈവം അവന്റെ കാതുകളെ തുറക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാൻ, അവന്റെ അഹങ്കാരത്തെ നീക്കം ചെയ്യുവാൻ, അനർത്ഥങ്ങളിൽ നിന്ന്, കുഴിയിൽ നിന്നും വാളിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ. അപ്പോൾ മനസ്സിലാക്കുക, ഗാഠനിദ്ര മനുഷ്യനുണ്ടാകുമ്പോൾ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു. 3 കാര്യങ്ങൾക്കാണ് നമ്മളോട് സംസാരിക്കാൻ: നമ്മളെ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ, നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ വെളിപ്പെടുത്തുവാൻ. നമ്മുടെ ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവിക ദർശനം, അത് ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്താൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ, യാക്കോബിന്റെ ജീവിതത്തിൽ ഒന്നല്ല പല വേളകളിൽ അപ്പന്റെ വീട് വിട്ടു പോകുമ്പോൾ തനിക്കൊരിക്കൽ ഒരു ദർശനം ഉണ്ടായി. രണ്ടാമത്തേത് 20 വർഷം ചെയ്ത വേലയ്ക്ക് കൂലിയൊന്നും കിട്ടാതെ ഇരുന്നപ്പോൾ ആടുകൾക്ക് വർധനമുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ദർശനങ്ങൾ യാക്കോബ് കാണുകയാണ്. യോസഫിന്റെ ജീവിതത്തിൽ തന്റെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന, തന്റെ അപ്പനും അമ്മയും സഹോദരങ്ങൾ അടക്കം തന്റെ മുൻപിൽ വന്നു നിൽക്കുവാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ദൈവം തനിക്ക് ദർശനം നൽകി കൊടുത്തു. യിരെമ്യാവാകട്ടെ, യഹസ്കേലാകട്ടെ, ദാനിയേലാകട്ടെ, അപ്പോസ്തലനായ പൗലോസ് ആകട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ആര് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, ദൈവശബ്ദം കേൾക്കാനായി ഇരുന്നിട്ടുണ്ടോ, അവരോടെല്ലാം ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അത് ഈ കാലത്തും അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ദൈവിക ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവിക ദർശനമെന്നും ദൈവിക ദർശനങ്ങളിലൂടെ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്നും ആ ദർശനം കണ്ടിട്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തുവാൻ കഴിയുമെന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. നാം ചിന്തിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരികയാണ്. നമ്മൾ വായിച്ചത് പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ദർശനത്തിന് ഞാൻ ശ്രദ്ധ വെച്ചു എന്നൊരു വാക്കാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകം മുഴുവനും എടുത്താൽ ദർശനം, സ്വപ്നം എന്നീ വാക്കുകൾ ആവർത്തിച്ച് വരുന്നത് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളിൽ ഒരുപക്ഷെ ആസന്ന ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന, വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ പ്രവചന പുസ്തകങ്ങളിൽ ഒന്നാണ് ദാനിയേലിന്റെ പുസ്തകം. വേദപുസ്തകത്തിന്റെ പഠനത്തിൽ പലപ്പോഴും ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും
ഒന്നിച്ചു ചേർത്ത് പഠിക്കാറുണ്ട്. അലക്സാണ്ടറിനെ കുറിച്ച് നമുക്കറിയാവുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ. അദ്ദേഹത്തിന്റെ 32-ാമത്തെ വയസ്സിലുള്ള അദ്ദേഹത്തിന്റെ മരണവും അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു അനന്തരാവകാശിയില്ലാതെ തന്റെ രാജ്യം അദ്ദേഹത്തിന്റെ 4 സൈന്യാധിപന്മാർ ഏറ്റെടുത്ത് രാജ്യം വിഭജിച്ച് ഭരിച്ച കാര്യങ്ങളുമെല്ലാം വെളിപ്പെട്ട അത്ര ശക്തനായ ഒരു പ്രവാചകനായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അദ്ദേഹം കണ്ട ചില ദർശനങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുമായിട്ട് ചേർത്ത് നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. എന്നെ വിളിച്ച് സംസാരിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ പല പ്രിയപ്പെട്ടവരും പറയുന്നത് അവർക്ക് ദൈവിക ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മുന്നേറാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ചില തടസ്സങ്ങൾ, ആത്മീക ജീവിതത്തിന്റെ അകത്ത് മുരടിപ്പുകൾ വന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവർ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പകലിൽ ഈ സന്ദേശത്തിലൂടെ ഞാൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രവാചകനായ ദാനിയേലിന്റെ 9-10 അധ്യായങ്ങൾ 2 ഭാഗങ്ങളിലും ദൈവം തനിക്ക് നൽകി കൊടുത്ത ദർശനങ്ങൾ 2 വ്യത്യസ്തമായ സംഭവങ്ങളാണ്. 9-ാം അധ്യായം ആരംഭിക്കുന്നത് കോരശ് രാജാവിന്റെ 3-ാം ആണ്ടിൽ തനിക്കുണ്ടായ ഒരു ദർശനമാണ്. 10-ാം അധ്യായം ആരംഭിക്കുന്നത് ദര്യാവേശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ തനിക്കുണ്ടായ ദർശനമാണ്. ഇത് രണ്ടും 2 കാലഘട്ടങ്ങളിലാണ്. ദാനിയേലിന് ആസന്ന ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ താൻ ബാബിലോണിയ ഭരണത്തിന് കീഴിൽ താൻ ആയിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുവാൻ പോകുന്ന മേദ്യ പേർഷ്യൻ ഭരണം, യവനായ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, യേശു ക്രിസ്തുവിന്റെ ജനനം, ശുശ്രൂഷ, യഹൂദന്മാരുടെ ഭാവി, കർത്താവിന്റെ മടങ്ങിവരവ്, പിന്നീടുള്ള 7 വർഷത്തെ അതേ വാഴ്ചകൾ എന്ന് തുടങ്ങിയ ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ദർശനത്തിലൂടെ ദൈവം നൽകി കൊടുത്ത മനുഷ്യനാണ് ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ദാനിയേലിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ദാനിയേലിന്റെ ദർശനം കാണുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച കാര്യം അതിനൊരു ഉത്തരമായിട്ട് നമുക്ക് നൽകുവാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക ദർശനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, ദൈവശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ സംഭവിക്കണം. 1, ആഴമായ ഒരു താല്പര്യം ഉണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം, ദൈവവചന ധ്യാനം ഉണ്ടാകണം, ഉപവാസം ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. ഈ 5 കാര്യങ്ങളും ദാനിയേലിന്റെ ജീവിതത്തിൽ കാണുവാൻ പറ്റും. ആഗ്രഹവും സമർപ്പണവും എന്തായിരുന്നു? പ്രവാചകനായ ദാനിയേലിന്റെ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതേ ബാബിലോണിലേക്ക് കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ സർവ്വസമൃദ്ധിയും തനിക്കുണ്ടായിരുന്നു. പക്ഷേ ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തുടങ്ങിയ 4 യഹൂദ ബാലന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എന്താണ് ചെയ്തതെന്നറിയാമോ? രാജാവ് കുടിക്കുന്ന വീഞ്ഞു കുടിക്കത്തില്ല, രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കത്തില്ല. നോക്കുക, അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. രാജാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് രാജാവിന്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അർപ്പിക്കപ്പെട്ടതിന് ശേഷം ആ രീതിയിൽ വരുന്ന ഭക്ഷണങ്ങളാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളത് നിഷിദ്ധമായതുകൊണ്ട് താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി സമർപ്പണത്തോടെ ഉറച്ചു നിന്ന വിശുദ്ധനും ജീവിതത്തിൽ വേർപാട് പാലിച്ചവനുമായിരുന്നു ദാനിയേൽ. നോക്കുക, ദാനിയേലിന്റെ സമർപ്പണമാണ് അത് കാണിക്കുന്നത്. ദാനിയേലിന്റെ തിരുവചന ധ്യാനവുമായി ബന്ധപ്പെട്ട് 7 പ്രവാചകനായ യിരെമ്യാവിന്റെ കാലസംഖ്യ പുസ്തകം അതേ പഠിച്ചപ്പോഴാണ് യഹൂദന്റെ പ്രവാസം 70 വർഷം കൊണ്ട് തീരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം തിരുവചനം ധ്യാനിക്കുന്ന വ്യക്തിയായിരുന്നു, ഉപവസിക്കുന്ന വ്യക്തിയായിരുന്നു, പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ദാനിയേലിന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ദാനിയേലിനോട് ഏറ്റവും അധികം ഇടപെട്ടത് ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയുമായിരുന്നു. നമ്മൾ വായിച്ച 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തനിക്കൊരു ദർശനമുണ്ടായി, തനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെട്ടു. എന്താണ് വെളിപ്പെട്ടത്? യഹൂദന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുവാൻ പോകുന്ന ഭരണകൂടങ്ങൾ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില ദർശനങ്ങളാണ് ദാനിയേലിനുണ്ടായത്. എല്ലാം വിവരിച്ച് പറയുവാനായിട്ട് കഴിയത്തില്ല. അടുത്ത ദിവസങ്ങളിൽ ചുരുക്കമായിട്ട് നമുക്കത് ചിന്തിക്കാം. അപ്പം അദ്ദേഹം എന്താണ് അടുത്ത ഭരണം മാറുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ദർശനം കണ്ടത്. കണ്ട ദർശനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? അദ്ദേഹം ഉപവസിക്കുവാൻ തുടങ്ങി. അദ്ദേഹം വേർപെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ ദർശനത്തിന്റെ അർത്ഥം ദാനിയേലിന് വെളിപ്പെട്ടു. ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 10-ാം അധ്യായത്തിൽ, നീ എൻ്റെ സന്നിധിയിൽ താഴ്ത്തിയ ആരംഭ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് അതേ മറുപടിയായി. പക്ഷേ 21 ദിവസങ്ങൾ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നോട് എതിർത്തു നിന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ദാനിയേല് ഉപവസിക്കുമ്പോൾ പാർസി ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത്, പേർഷ്യൻ ഭരണം. അപ്പോൾ പേർഷ്യൻ ഭരണകൂടത്തിന്റെ ആ ഒരു ഭരണം നടക്കുമ്പോൾ തന്നെ ദാനിയേലിന്റെ മറുപടിയെ
പാർസി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു എന്നാണ് അവിടെ ഗബ്രിയേൽ ദാനിയേലിന് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിതെല്ലാം വിശാലമായി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ദൈവം നമുക്ക് ദർശനങ്ങൾ നൽകുമ്പോൾ ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കാതിരിക്കാൻ പിശാച്, ദൈവത്തിന് സ്തോത്രം, വളരെ ശക്തമായി ദൈവത്തിന് സ്തോത്രം തടയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കുറെ പേരെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദർശനം കാണുന്നവരായിരുന്നു, മുന്നേറാൻ പറ്റുന്നില്ല. ദാനിയേൽ എന്താ ചെയ്തത്? ഉപവാസത്തിലും പ്രാർത്ഥനയിലൂടെയും താൻ ദൈവസന്നിധിയിൽ നിന്ന് ദർശനത്തിന്റെ മറുപടി പ്രാപിച്ചു. നമ്മൾ അതുകൊണ്ട് ദർശനം കാണുന്നവർ മാത്രമല്ല, ദർശനത്തിന്റെ മറുപടി നാം പ്രാപിക്കുന്നവരായി തീരണം. നമുക്ക് ദൈവം നൽകി തരാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളും ദർശനങ്ങളെയും ഒക്കെ തടയുവാൻ പിശാച് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. വേദപുസ്തകം വായിക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ ആ വായനയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയും. പ്രാർത്ഥിക്കാനിരുന്നാൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. ഉപവസിക്കാനിരുന്നാൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടാകും. ഞങ്ങളൊക്കെ പല വിടുതലിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവരും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. മുൻകാലങ്ങളിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ചിലയിടത്ത് ദൈവിക വിടുതലുകൾ നടന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് രോഗികളാകുന്നു. പിന്നെ ആക്സിഡന്റുകൾ 2023 തോന്നുന്നു, ഒറീസ ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്ത് പോയി സുവിശേഷം പ്രസംഗിച്ച് ഒരുപാട് പ്രിയപ്പെട്ടവർ യേശുവിന്റെ സ്നേഹത്തെ അറിഞ്ഞു. അന്ന് രാത്രിയിൽ എൻ്റെ വൈഫ് ആകാശത്തോളം ഉയരമുള്ള ഒരു മനുഷ്യനെ ദർശനം കണ്ടു. നീ എന്തിനിവിടെ വന്നു? നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളുക, ഇല്ല ഞാൻ കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിനെ ഗൗരവമായിട്ടെടുത്തില്ല. എൻ്റെ മോന്റെ മുകളിൽ ഒരു വാഹനം വന്ന് വീഴുന്നത് ഞാൻ ദർശനം കണ്ടു. അതൊന്നും ഗൗരവമായിട്ടെടുത്തില്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിലുള്ള പ്രായമുള്ള ചിലർ ഞാൻ മരിച്ചു പോകുന്നത് പോലെയുള്ള ദർശനങ്ങൾ കണ്ടു. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടായി. പക്ഷേ ദൈവം ഞങ്ങളെ കരങ്ങളിൽ പരിപാലിച്ചു. ഞങ്ങളുടെ ജീവനെ തൊടാൻ പിശാചിനെ ദൈവം അനുവദിച്ചില്ല. പിന്നീട് പല പ്രതിസന്ധികൾ അതിനോടനുബന്ധിച്ചു വന്നു. പിന്നീട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും അതിനെ ജയിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നമുക്ക് നൽകി തരുന്ന ദൈവിക ദർശനങ്ങളും അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവിക അരുളപ്പാടുകളും അതിന്റെ പൂർണ്ണതയിലേക്കും അതിന്റെ പൂർത്തീകരണത്തിലേക്കും വരാതിരിക്കുവാനായി പിശാച് വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഉറപ്പോടെ നാം ദൈവത്തോടുകൂടെ ചേർന്ന് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ആ ദർശനത്തിൽ ദൈവം എന്ത് കാണിച്ചോ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റും. വിശ്വസ്തരായി ദൈവസന്നിധിയിൽ ഇരിക്കുക. കുറച്ച് പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ദർശനങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവനാമം എല്ലാത്തിലും മഹിമപ്പെടട്ടെ. കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മളോട് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും അരുളപ്പാടുകൾ അറിയിക്കുന്ന ദൈവമാണ്. എന്തിനാണ് ഇതൊക്കെ അറിയിക്കുന്നത്? ഇതൊക്കെ അറിയിച്ചിട്ട് നമുക്കൊരു രസം വരുത്താനാണോ? ഒരിക്കലുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മെ ഭാഗഭാക്കാക്കുവാനാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ നമ്മിലൂടെ പൂർത്തീകരിക്കുവാനാണ്. ദാനിയേലിന് എന്തിനാണ് ദൈവം ദർശനം നൽകിയത്? യഹൂദന്റെ ഭാവി എന്താണെന്ന് തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ്. യാക്കോബിന് എന്തിനാണ് ദൈവം ദർശനം കൊടുത്തത്? തന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ്. പൗലോസിന് എന്തിനാണ് ദൈവത്തിന് സ്തോത്രം യെരുശലേമിൽ വെച്ച് ദർശനം നൽകിയത്? റോമിൽ താൻ ചെയ്തെടുക്കേണ്ടുന്ന ശുശ്രൂഷയെക്കുറിച്ച് തനിക്ക് വെളിപ്പെടുത്താനാണ്. യോസഫിന് എന്തിനാണ് ദൈവം തന്റെ ബാല്യകാലത്ത് ദർശനം നൽകി കൊടുത്തത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ഇന്നതാണെന്നും ദൈവം ഇന്നതാണെന്നും ഇന്നയാളാണെന്നും ഒരു കാര്യത്തിന്റെ ആരംഭത്തിങ്കൽ തന്നെ അതിന്റെ അവസാനത്തെ അറിയുന്നവനാണ് ദൈവമെന്നും സർവശക്തനാണെന്ന് ദൈവമെന്നും ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും മനസ്സിലാക്കി തരുവാനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ദൈവത്തെ, ദൈവം ജീവിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിയത് എൻ്റെ ബാല്യകാലങ്ങളിൽ വേദപുസ്തകം വായിച്ചല്ല, എൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവിക ദർശനങ്ങളാണ്. സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ദൈവം എന്നെ കാണിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതേ, ദൈവം ജീവിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ബൈബിൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവിക ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ദാനിയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, താൻ ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യത്തിനകത്ത് ശ്രദ്ധ വെച്ചു. ഈ ദിവസങ്ങളിൽ ശ്രദ്ധ വെക്കുക, ദർശനത്തിന്മേൽ പ്രാർത്ഥിക്കുക, ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദൈവം മുമ്പാകെ നമ്മളെ സമർപ്പിക്കുക, തിരുവചനം വായിക്കുക. ദൈവം ആഴമായി നമ്മളോട് ഇടപെടുന്നതും ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തുടങ്ങുന്നതും നമുക്ക് മനസ്സിലാകും. നമ്മളെ ദൈവം ക്രമീകരിക്കുന്നതും ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തുടങ്ങുന്നതും നമുക്ക് മനസ്സിലാകും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകും. അതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് മനസ്സിൻ്റെ അകത്ത് ചില വചനഭാഗങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
ആമേൻ. ഇനിയും നാം കാണുന്നത് വരെ ഒരുമിച്ച് കർത്താവിന്റെ കൃപയുടെ മറവിൽ നമ്മെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.